ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ചക്കപ്പഴം വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണിത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്ക കുരുവൊക്കെ മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളിനിത് ആവിയിൽ വേവിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ലി ചെമ്പിൽ വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കപ്പഴം ഇഡ്ലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. അധിക സമയമൊന്നും എടുക്കില്ല, ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചക്കപ്പഴമൊക്കെ ഇവിടെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് നല്ല ചൂടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണിഞ്ഞ് കിട്ടുന്നവരെ മാറ്റി വെക്കാം. നന്നായിട്ട് തണിഞ്ഞ് കിട്ടിയതിൻ്റെ ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിവിടെ നല്ല ഫൈനായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കോ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി കുറേശ്ശെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മാവ് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്ന രീതിയിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പം ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇത് അത്യാവശ്യം ലൂസാണ്. അപ്പം ഇനി നമുക്ക് കുറച്ചുകൂടി അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. നമുക്കിനി മാവ് ഒന്ന് സെറ്റായി കിട്ടുന്നവരെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ച് വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ മൂടി ഒന്ന് മാറ്റിയിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിൻ്റെ ശേഷം ചെറിയ ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാ ഉണ്ടകളും തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ഉണ്ടകളും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മളിനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ലി തട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഓരോ കുഴിയിലും കുറച്ച് ഓയിലോ നെയ്യോ തടവി കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ ഉണ്ടകളെടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഉരുട്ടിയെടുത്തതിൻ്റെ ശേഷം ഓരോ കുഴിയിലും വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ഇഡ്ലി ചെമ്പിൽ വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തട്ട് ചെമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചക്കപ്പഴം ആദ്യം ആവിയിൽ വേവിച്ചെടുത്തുകൊണ്ട് അധിക സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ തട്ടൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് തണിഞ്ഞ് കിട്ടുന്നവരെ മാറ്റി വെക്കാം. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ചക്കപ്പഴം കൊണ്ട് ആവിയിൽ വേവിച്ചിട്ടുണ്ടാക്കിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കാതെ ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണിത്. പിന്നെ നമ്മളിത് ആവിയിൽ വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നല്ല ഹെൽത്തിയും കൂടിയാണ്. ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ടിഫിനിൽ കൊടുത്തയക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.